സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ലേ ഔട്ടാണ്. ഒന്ന് രണ്ട് എക്സാമ്പിൾ ലേ ഔട്ടിൻ്റെ എങ്ങനെയാണ് ലേ ഔട്ട് വരയ്ക്കാൻ നോക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റിക്ക് ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കിയില്ലേ. അപ്പോൾ സ്റ്റിക്ക് ഡയഗ്രത്തെ നമ്മൾ കളർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷേ ലേ ഔട്ടിൽ പാറ്റേൺ വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എൻ ഡിഫ്യൂഷനാണ് വേണ്ടതെങ്കിൽ നമ്മൾ വരയ്ക്കുക. ഇങ്ങനെയൊരു ഷെയ്ഡ് കൊടുക്കുന്നതാണ് എന്ത് എൻ ഡിഫ്യൂഷൻ. ഓക്കെ, ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ഡിഫ്യൂഷൻ. കുറച്ചിങ്ങനെ ക്ലോസ് ആയിട്ട് വരയ്ക്കുക കേട്ടോ. ഇത് ഈ ലൈൻസ് കുറച്ച് അടുത്തടുത്ത് വരയ്ക്കുക. ഇതാണെന്ത് എൻ ഡിഫ്യൂഷൻ. ഇനിയല്ല ഇത് കുറച്ച് ഡിസ്റ്റൻസിലാണ് വരയ്ക്കുന്നതെങ്കിൽ ഇതേപോലെ സ്ലാൻഡിങ് ലൈൻസ് കുറച്ച് ഡിസ്റ്റൻസിൽ വരച്ചാൽ എന്താണ് പി ഡിഫ്യൂഷനായി. പിന്നെ അതല്ലാണ്ട് ഈ എൻവെൽ പീമോസിനെയൊക്കെ നമ്മൾ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കും, അതാണ് പീമോസ് വരയ്ക്കാറുണ്ട്. പക്ഷെ നമുക്ക് ലേ ഔട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ വരച്ചാലും മതിയില്ല, അതിന് ചുറ്റും ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചാലും കറക്റ്റാണ് കേട്ടോ. ഇതാണ് പീമോസ്. ഇനി പോളിസിലിക്കൺ ആണെങ്കിൽ ഈ എൻ ഡിഫ്യൂഷൻ തന്നെ അതിൻ്റെ തിരിച്ച് വരയ്ക്കുക. ഈ ഡയറക്ഷനിൽ വരച്ചു കഴിഞ്ഞാൽ എന്തായി പോളിസിലിക്കണായി. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കംപ്ലീറ്റ് വരയ്ക്കുക കേട്ടോ. പോളിസിലിക്കൺ ദാറ്റ് മീൻസ് എന്താണ് നമുക്ക് ഗേറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. പിന്നെ മെറ്റൽ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞില്ലേ, മെറ്റൽ ഡെപ്പോസിഷൻ എന്താണ് ഒരു കോണ്ടാക്ട്സ് തരാൻ വേണ്ടി മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യും. മെറ്റൽ ഡെപ്പോസിഷൻ ആണെങ്കിൽ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണം. ഇതാണ് എന്ത് മെറ്റൽ ഡെപ്പോസിഷൻ. മെറ്റൽ ഡെപ്പോസിഷൻ തന്നെ പല ലെവലുണ്ട് കേട്ടോ. മെറ്റൽ 1 മെറ്റൽ 2 എന്നൊക്കെ പറഞ്ഞുണ്ട്. അതിൽ മെറ്റൽ 1 ആണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക. ഇനി മെറ്റൽ 2 ആണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ പാറ്റേൺസ് ഉണ്ടാവും. ഈ പാറ്റേൺ വെച്ച് നമ്മൾ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതാണ്, ഒരു സർക്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ലേ ഔട്ട്. സ്റ്റിക്ക് ഡയഗ്രം ആണെങ്കിൽ എന്താണ് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഒരു പെർട്ടിക്കുലർ കളറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് വരയ്ക്കാൻ. അപ്പോൾ ഇതൊരു എൻമോസ് വരയ്ക്കണമെങ്കിൽ എന്തായിരിക്കും, ആദ്യം എൻ ഡിഫ്യൂഷൻ വരയ്ക്കണം. എൻമോസ് ആണെങ്കിൽ എൻ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇത് കുറച്ച് ക്ലോസ് ആയിട്ട് വരയ്ക്കുക കേട്ടോ, കാരണം ഡിസ്റ്റൻസ് ആയി കഴിഞ്ഞാൽ പീമോസ് ആണെന്ന് തെറ്റിദ്ധരിക്കും. പിന്നെ നടുക്ക് എന്താണ് ഒരു പോളിസിലിക്കൺ വരയ്ക്കുക. പോളിസിലിക്കൺ വരയ്ക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനിൽ വരച്ച് കഴിഞ്ഞാൽ എന്തായി പോളിസിലിക്കണായി. അപ്പോൾ ഇതാണ് എൻമോസ് ട്രാൻസിസ്റ്റർ, ഇത് എൻമോസ്. ഇനി പീമോസ് ആണെങ്കിൽ എന്തായിരിക്കും ഈ ലൈൻ കുറച്ച് ഡിസ്റ്റൻസിൽ വരയ്ക്കുക. പിന്നെ അതല്ല നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം കേട്ടോ, ഈ ഇതും വരയ്ക്കുക. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയായിരിക്കാം. പിന്നെ ഇത് തിരിച്ചും വരയ്ക്കുക. അപ്പോൾ എന്തായി പീമോസായി. ഓക്കെ, ഇനി നിങ്ങളിത് ലാംഡ റൂൾസ് എന്നൊക്കെ കേട്ടില്ലേ. ലാംഡ റൂൾ എന്ന് പറയുന്നത് ഡിസൈൻ റൂൾസാണ്. ഇപ്പോൾ നമുക്ക് എൻ ഡിഫ്യൂഷന് ലെങ്ത് എത്രയാവാം, വിഡ്ത്ത് എത്രയാവാം, പി ഡിഫ്യൂഷന് ലെങ്ത് വിഡ്ത്ത്, പോളിസിലിക്കണിൻ്റെ ലെങ്ത് വിഡ്ത്ത്, ഇനി രണ്ട് എൻ ഡിഫ്യൂഷൻ അടുത്തടുത്ത് വന്നാൽ അത് തമ്മിലുള്ള സ്പേസിങ് എന്തായിരിക്കണം, ഇങ്ങനെ കുറേ റൂൾസ് ഉണ്ട്. അതാണ് ലാംഡ റൂൾസ് എന്ന് പറയുന്നത്, ലാംഡ ഡിസൈൻ റൂൾസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ ഡിഫ്യൂഷന് വിഡ്ത്ത് 2 ലാംഡ ആകാൻ പാടുള്ളൂ, ഇങ്ങനെയായിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ ലാംഡ എത്ര വാല്യൂ ആണെന്ന് കോമൺ ആയിട്ട് നമുക്ക് പറയാം. ലാംഡ ഇപ്പോൾ 0.25 നാനോമീറ്റർ എന്നൊക്കെ വല്ലതും പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 ലാംഡ എന്തായിരിക്കും 2 × ഈ വാല്യൂ. അപ്പോൾ എല്ലാം ഈ ലാംഡ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ലാംഡ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. അതാണ് ഡിസൈൻ റൂൾസ്. അപ്പോൾ നിങ്ങൾ ലേ ഔട്ട് വരയ്ക്കുമ്പോൾ ആ സൈഡിൽ അതിൻ്റെ ഒരു ഇതും കൂടെ മാർക്ക് ചെയ്യുന്നൊന്നല്ല കേട്ടോ. എൻ ഡിഫ്യൂഷനൊക്കെ വരയ്ക്കുമ്പോൾ അവിടെ 2 ലാംഡാമിനൊക്കെ ഡിസൈൻ റൂൾസും കിട്ടി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇത് ഡിസൈൻ റൂൾസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലേ കിട്ടും കേട്ടോ, എല്ലാത്തിൻ്റെയും ഡിസൈൻ റൂൾസ്. പിന്നെ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് നമുക്കൊരു VDD VS ഒക്കെ വേണമല്ലോ. VDD ആണെങ്കിൽ VDD VS എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ VDD കണക്ഷൻ ഗ്രൗണ്ട് കണക്ഷനൊക്കെ വരയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത്. നമ്മൾ അവിടെ സ്റ്റിക്ക് ഡയഗ്രത്തിൽ എന്താ ചെയ്തത്, ബ്ലൂ കളർ ലൈൻ വരയ്ക്കുന്നു, ഇവിടെ കൂടെ ബ്ലൂ കളർ ലൈൻ വരയ്ക്കുന്നു, എന്നിട്ട് എൻ ഡിഫ്യൂഷനിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ VDD കണക്ഷൻ വരയ്ക്കുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ ബ്ലൂ ലൈൻ വരച്ചതിന് പകരം ഇവിടെ ഇങ്ങനെ മെറ്റൽ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. മെറ്റൽ നമ്മളിതല്ലേ വരച്ചത്, അങ്ങനെ തന്നെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെയാണിപ്പോൾ എൻമോസിൻ്റെ ഒരു എൻ ഡിഫ്യൂഷൻ ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കുക. നമുക്ക് അങ്ങോട്ടേക്ക് VDD കണക്ഷൻ കൊടുക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ടിതും ഇങ്ങനെ തന്നെ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ആ കണക്ട് ചെയ്യുന്ന പോയിൻ്റ് ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചിട്ടൊന്ന് എന്ത് ചെയ്യുക, ഡാർക്ക് ആക്കുക. ഓക്കെ, ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ ഡിഫ്യൂഷൻ. ഈ എൻ ഡിഫ്യൂഷനെ നേരെ VDDയിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ സോഴ്സും ഡ്രെയിനൊക്കെ VDDയിലേക്ക് കണക്ട് ചെയ്യണ്ടേ. അപ്പോൾ ഇങ്ങനെ ഒരു മെറ്റൽ വരയ്ക്കുക, ഇതിനെ താഴേക്ക് കണക്ട് ചെയ്യുക, ആ കണക്റ്റിംഗ് പോയിൻ്റ് വരയ്ക്കുക. അതുപോലെ ഇനിയിപ്പോൾ VSS ആണ് വരയ്ക്കേണ്ടതെങ്കിൽ ഇങ്ങനെ മെറ്റൽ വരയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഡിഫ്യൂഷൻ ഉണ്ട്, അതിലേക്ക് അത് നേരെ ഗ്രൗണ്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്താണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഗ്രൗണ്ട് വരയ്ക്കുക, ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് പിന്നെ VDDയും VSSും വരയ്ക്കുന്നത്.
ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു CMOS ഇൻവെർട്ടറിൻ്റെ വരയ്ക്കുന്നത് നോക്കാം. ഇനി നമുക്ക് CMOS ഇൻവെർട്ടറിൻ്റെ ഇതെങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. CMOS ഇൻവെർട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഇത് PMOS ആണ്, ഇത് NMOS ആണ്. ഇത് നേരെ ഗ്രൗണ്ടിലേക്ക് കണക്ട്, അതായത് VDD കണക്ഷൻ. ഇത് ഇത് VSS കണക്ഷൻ, ഇത് VDD കണക്ഷൻ. ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട്, ഇവിടേക്കാണ് ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് PMOSും ഇവിടെ NMOSും വരയ്ക്കണം. അപ്പോൾ PMOS വരയ്ക്കുമ്പോൾ എന്താണ് നമ്മളിങ്ങനെ വരയ്ക്കുക, കുറച്ച് ഡിസ്റ്റൻസിൽ വരയ്ക്കുക. വേണമെങ്കിൽ ആ ചുറ്റും ആ ഒരു റെക്റ്റാങ്കിളും വരയ്ക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഇപ്പോൾ വരയ്ക്കുന്നില്ല. പിന്നെ ഇവിടെ എന്താണ്, കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനത്തെ കുറച്ച് ലൈൻ വരയ്ക്കുക. അത് ശ്രദ്ധിക്കുക കേട്ടോ, കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് തന്നെ വരയ്ക്കുക. ഇപ്പോൾ എൻ ഡിഫ്യൂഷനായി, ഒരു PNൻ്റെയും ഡിഫ്യൂഷനായി. ഇനി ഇതിനെ രണ്ടിനെയും ഇങ്ങനെ കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക, പോളിസിലിക്കൺ രണ്ടിനും ഉണ്ടല്ലോ, ഇങ്ങനെ ഒരുമിച്ച് വരച്ചാൽ മതി. പോളിസിലിക്കൺ വരയ്ക്കുക. അപ്പോൾ ഇത് ഈ ഒരു ഡയറക്ഷനിലാണ് പോളിസിലിക്കൺ വരയ്ക്കേണ്ടത്. ഞാൻ സ്പീഡിലങ്ങ് വരച്ച് പോകാം കേട്ടോ, നിങ്ങൾ നീറ്റായിട്ട് വരയ്ക്കണേ. പോളിസിലിക്കൺ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതിൻ്റെ 2 ഗേറ്റും തമ്മിൽ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 2 ഗേറ്റും എന്ന് പറയുമ്പോൾ പോളിസിലിക്കൺ ഇതല്ലേ, അപ്പോൾ ഇത് നേരെ ഇൻപുട്ട് കണക്ഷൻ വരണം. ഇൻപുട്ട് കണക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, മെറ്റൽ കോൺടാക്റ്റ് ആണ്. മെറ്റൽ കോൺടാക്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഇതിങ്ങനെ താഴേക്ക് വരയ്ക്കുക. എന്നിട്ട് എവിടെയാണോ കണക്ട് ചെയ്യുന്ന സെക്ഷൻ അവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഒരു കോൺടാക്റ്റ് ആണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചിട്ട് തന്നെ ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വീനെന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ എന്തായി, ഇൻപുട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടിൻ്റെയും ആ ഡ്രെയിനിൻ്റെ സെക്ഷനിൽ നിന്നാണ് ഔട്ട്പുട്ട്. ദാറ്റ് മീൻസ് ഈ 2 എൻഡും കൂടെ കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മളിപ്പോൾ സർക്യൂട്ടിലൊക്കെ ബ്രെഡ് ബോർഡ് വെച്ച് വയർ വെച്ച് കണക്ട് ചെയ്യുന്ന പോലെ എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതെല്ലാം എന്താണ്, മെറ്റലാണ് വരയ്ക്കേണ്ടത്. ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക. ഇതാണെന്ത്, വി ഔട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയേണ്ടത്, നമുക്ക് VDDയും VSSും വരയ്ക്കണം. VS വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ ഒരു മെറ്റൽ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് VS എന്താണ്, ഈ മോസിൻ്റെ ഒരു എൻഡ് ഔട്ട്പുട്ടിലേക്ക് കണക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു എൻഡ് ഔട്ട്പുട്ടിലേക്ക് കണക്റ്റാണ്. മറ്റേ എൻഡ്, ദാറ്റ് മീൻസ് ഈ എൻഡിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഗ്രൗണ്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതർ എൻഡിൽ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതിനും, ഇതെല്ലാം മെറ്റലാണ്. എന്നിട്ട് ഇവിടെ എവിടെയാണോ കോണ്ടാക്റ്റ് ഉള്ളത് ആ കോണ്ടാക്റ്റ് ഉള്ളിടത്ത് എന്താണ് ഒരു കോണ്ടാക്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതെന്തായി, VSലേക്ക് കണക്റ്റഡ് ആയി. അതുപോലെ ഇവിടെയും, ഇവിടെ എന്താണ്, VDDയിലേക്ക് കണക്ഷൻ, സെയിം സംഭവം തന്നെ. ഇതിങ്ങനെ മെറ്റൽ വരയ്ക്കുക. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു കോണ്ടാക്റ്റ് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇത് എൻ ഡിഫ്യൂഷനാണ്, ഇത് P ഡിഫ്യൂഷനാണ്, എൻ ഡിഫ്യൂഷനാണ്, ഒരു പോളിസിലിക്കൺ വരച്ചിട്ടുണ്ട്. അതിന് മീനിങ് എന്താണ്, ഇവിടെ NMOS, ഇത് PMOS ആണ്, ഇത് NMOS ആണ്. ഇനി രണ്ടിൻ്റെയും ഗേറ്റിലേക്ക് പോളിസിലിക്കണിലേക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ രണ്ടിലേക്കും ഗേറ്റിലേക്ക് ഇൻ്റർ കണക്ട് ചെയ്തിട്ട് ഇൻപുട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും സോഴ്സ് ഇൻ്റർ കണക്ട് ചെയ്തിട്ട് ഒരു കോണ്ടാക്റ്റ് ഇട്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, ഔട്ട്പുട്ടാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡ്രെയിൻ കണക്ട് ചെയ്യണം, ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ എന്താണ്, സോഴ്സ് VDയിലേക്ക് കണക്റ്റഡ് ആണ്, ഇതിൻ്റെ സോഴ്സ് ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇനി നമുക്കൊരു CMOS NOR വരച്ച് നോക്കാം. CMOS NOR എന്ന് പറയുമ്പോൾ എന്താ വരയ്ക്കേണ്ടത്, 2 NMOS എന്തായിരിക്കണം, പാരലായിട്ട് വരയ്ക്കുക. ഇത് A, ഇത് B. ഇനി PMOS ആണെങ്കിൽ എന്ത് ചെയ്യുക, സീരീസ് ആയിട്ട് വരയ്ക്കുക. അതല്ലേ NOR. ഇതും AB നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് VDD ആണ്, ഇത് VSS ആണ്. ഇതാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട്, 2 ഡിഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ മേലെ എന്ത് ചെയ്യുക, ഒരു P ഡിഫ്യൂഷൻ വരയ്ക്കുക. ഞാൻ ഷെയ്ഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ താഴെ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയ്ഡ് ചെയ്യണം, ഒരു എൻ ഡിഫ്യൂഷൻ വരയ്ക്കുക. പിന്നെ 2 പോളിസിലിക്കൺ വരയ്ക്കുക. കാരണം നമുക്കിവിടെ മൊത്തത്തിൽ എന്തുണ്ട്, 4 ട്രാൻസിസ്റ്റർ ഉണ്ട്. 2 NMOSും 2 PMOSും വേണം. 2 NMOSും 2 PMOSും ആയി. ഇത് സംഭവം ഇത്രയും വരച്ചു. ഇപ്പോൾ എന്താണ്, ഇവിടെ 2 PMOSും ഇവിടെ 2 NMOSും. ഇനി ഈ PMOS എന്ന് വെച്ചാൽ എന്താണ്, ഇത് ഇവിടെയുള്ള PMOS എന്താണ്, സീരീസ് ആയിട്ടാണ് കണക്ഷൻ. അതിൻ്റെ ഒരു എൻഡ് VDയിലേക്ക് കണക്റ്റഡ് ആണ്, അടുത്ത എൻഡ് നമുക്ക് ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഒരു എൻഡ് VDയിലേക്ക് കണക്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഈ എൻഡ് എന്താണ്, VDയിലേക്ക് കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെറ്റൽ വരയ്ക്കുന്നു, അവിടുന്ന് ഈ എൻഡിലേക്ക് വരയ്ക്കുന്നു, ഇതെല്ലാം ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു കോണ്ടാക്റ്റ് ഇടുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്ഷനായി, VDD കണക്ഷനായി. ഓക്കെ, ഇനി VSS എന്ന് പറയുമ്പോൾ എന്താണ്, ഈ 2 എണ്ണത്തിൻ്റെയും സോഴ്സ് ഇൻ്റർ കണക്ട് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും വരയ്ക്കുക. ഇവിടെ എന്താണ്, ഇതിൻ്റെ ഇവിടെ ഒരു VSS കണക്ഷൻ, അത് 2ൻ്റെയും എൻഡ് ഇങ്ങോട്ടേക്ക് കണക്റ്റഡ് ആണ്. 2 എൻഡും എന്താണ്, ഇങ്ങോട്ട് കണക്റ്റഡ് ആണ്.
എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ കോണ്ടാക്റ്റും വരയ്ക്കുക, ഇവിടെ കോണ്ടാക്റ്റ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്തായി, ഈ ഒരു VSS കണക്ഷനായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കണം. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ് ചെയ്യേണ്ടത്, രണ്ടിൻ്റെയും ഇവിടത്തെ നോക്കുമ്പോൾ എന്താണ്, ഈ NMOSൻ്റെ ഈ കോമൺ എൻഡും PMOSൻ്റെ ഒരു എൻഡും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ ഇവിടെ ഈ NMOSൻ്റെ കോമൺ എൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് വരയ്ക്കാം. അതിൻ്റെ സെൻറ്ററും ഓക്കെ, സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക, മെറ്റൽ കണക്ഷൻ വരയ്ക്കുക. പിന്നെ ഇതിൻ്റെ ഒരെൻഡാണ്, ഒരെൻഡെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് താഴേക്ക് വരയ്ക്കുക. ഓക്കെ, മനസ്സിലായോ? ഈ മേലെയുള്ള PMOSൻ്റെ ഒരെൻഡും മറ്റേ എൻഡ് നമ്മൾ VDD വരച്ചു, ഇത് വരച്ചു, മറ്റേ എൻഡ് താഴേക്ക് വരയ്ക്കുക. ഇതെല്ലാം മെറ്റലാണ് കേട്ടോ വരയ്ക്കേണ്ടത്. ഇതുപോലെ NMOSൻ്റെ സെൻറ്ററിൽ നിന്ന് വരയ്ക്കുക. ഓക്കെ, ഇതായിരിക്കും എന്ത്, ഔട്ട്പുട്ട്. ഇവിടെയും ഈ കോണ്ടാക്റ്റ് വരയ്ക്കുക. ഇത്രയായി. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഇൻപുട്ട് വരയ്ക്കുക. ഇൻപുട്ട് എന്താണ്, 2 ഗേറ്റിലേക്കുമാണ് ഇൻപുട്ട് വരയ്ക്കേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ മെറ്റൽ വരയ്ക്കുക, കണക്ഷൻ വരയ്ക്കുക, അതുപോലെ ഇവിടേക്കും മെറ്റൽ വരയ്ക്കുക, കണക്ഷൻ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പിന്നെ ഇനി നിങ്ങളുടെ കയ്യിലുള്ള ലേഔട്ടിൻ്റെ ഡയഗ്രാമൊക്കെ ഉണ്ടാവില്ല, ഇനി നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നാളത്തെ എക്സാമിന് വേണ്ടി റഫായിട്ട് പെട്ടെന്നൊരു വീഡിയോ ഇട്ടതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഐഡിയയിൽ വരച്ച് നോക്കുക. ഇനി അടുത്തത് NAND ഗേറ്റ് ആണെങ്കിൽ നേരെ തിരിച്ച് എന്താണ്, NMOS സീരീസും PMOS പാരലലും ആയിരിക്കും. അപ്പോൾ ഈ ഡയഗ്രം നേരെ തിരിച്ച് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രം ഇങ്ങനെ നോക്കി തന്നെ വരച്ചാൽ മതി. ആദ്യം ഡിഫ്യൂഷൻ പോളിസിലിക്കൺ വരയ്ക്കുക. ഒരു എൻഡ് വീഡിലേക്കാണ്, ഒരു എൻഡ് വീഡിലേക്ക് കണക്ട് ചെയ്യുക. അടുത്ത എൻഡ് ഔട്ട്പുട്ടിലേക്കാണ്, അടുത്ത എൻഡ് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഇനി താഴെയുള്ള NMOSൽ എന്താണ്, 2 എൻഡും VSലേക്ക് കണക്റ്റാണ്. സോ 2 എൻഡും VSലേക്ക് കണക്ട് ചെയ്യുക. ഒരു കോമൺ എൻഡ് എന്താണ്, ഇവിടെ ഔട്ട്പുട്ടിലേക്ക് കണക്റ്റഡാണ്. അപ്പോൾ ഇവിടുത്തെ കോമൺ സെൻറ്ററിൽ നിന്ന് എടുക്കുക, മറ്റേ ഔട്ട്പുട്ടും കൂടെ ഒരുമിച്ച് വരയ്ക്കുക. അപ്പോൾ ഈ മെറ്റൽ വരയ്ക്കുമ്പോൾ ഈ കോണ്ടാക്ട്സ് വരയ്ക്കുമ്പോൾ എല്ലാം ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ആ കോണ്ടാക്റ്റ് പോകുന്ന എൻഡ് ഡിഫ്യൂഷൻ്റെ എവിടേക്കാണോ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, അവിടെ ഒരു കോണ്ടാക്റ്റ് ഇങ്ങനെ സ്ക്വയർ വരച്ചിട്ട് മാർക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഐഡിയയിൽ ഒന്ന് വരച്ച് നോക്കുക കേട്ടോ.